അന്തിക്കാട് താന്യം പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന ശ്രീരാമൻചിറയിൽ ഓണം കളറാക്കാനുള്ള ജമന്തി പൂക്കളും ചെണ്ടുമല്ലിയും വിളവെടുപ്പിനൊരുങ്ങിക്കഴിഞ്ഞു. 27 ഏക്കർ പാടശേഖരത്തിൽ വിരിപ്പു നെൽകൃഷി പച്ചപ്പണിഞ്ഞ് നിൽപ്പുണ്ട്. 50 ദിവസം പ്രായമായ നെൽച്ചെടികളുടെ ബണ്ടുകൾക്ക് ഇരുവശങ്ങളിലുമായി നട്ടുനനച്ച് വളർത്തിയ 5000 ചെണ്ടുമല്ലി തൈകളും 1000 ജമന്തി തൈകളുമാണ് വിളവെടുപ്പിന് പാകമായത്. ജൂൺ ആദ്യത്തിൽ നട്ട മഞ്ഞയും ഓറഞ്ചും ഇടകലർത്തിയ ചെണ്ടുമല്ലി തൈകളാണ് വിളവെടുപ്പിന് പാകമായത്. ശ്രീരാമൻചിറയ്ക്ക് സമീപം പ്രത്യേകം സജ്ജമാക്കിയ ഓണപ്പൂക്കളുടെ വിപണന കേന്ദ്രത്തിൽ ഇത് വിറ്റഴിക്കുമെന്ന് ശ്രീരാമൻചിറ പാടശേഖര സമിതി സെക്രട്ടറി വിൽസൺ പുലിക്കോട്ടിൽ പറഞ്ഞു. ശ്രീരാമൻചിറ പാടശേഖരത്തിൽ വിരിപ്പ് കൃഷി അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിൽ 27 ഏക്കറിൽ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. നെല്ലൊരു ഏകദേശം 50 ദിവസത്തോളമുണ്ട്. അതുപോലെ തന്നെ പ്രാവശ്യം നമ്മൾ ഓണത്തിന് വരവേൽക്കാൻ വേണ്ടി ചെണ്ടുമല്ലിപ്പൂവ് മഞ്ഞയും ഓറഞ്ചും വെച്ചിട്ടുണ്ട്. പൂക്കളായി നല്ല ഭംഗിയായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം 1000 ജമന്തിയും കൂടി ഇപ്രാവശ്യം നമ്മൾ കൃഷി ഇറക്കിയിട്ടുണ്ട്. അത് ഓണത്തിന് പൂവായി കിട്ടും. കൂടാണ്ട് വിവിധ തരം പച്ചക്കറികൾ, പയർ, വെണ്ട തുടങ്ങി പച്ചക്കറികൾ നമ്മൾ പാടശേഖരത്തിൽ ചെയ്തിട്ടുണ്ട്. അത് കൃഷി വകുപ്പിന് ഓണച്ചന്തയിലേക്ക് കൊടുക്കാനൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓണപ്പൂക്കൾക്ക് പുറമെ കൃഷി വകുപ്പിന്റെ ഓണച്ചന്തയെ ലക്ഷ്യമാക്കി പയർ, വെണ്ട തുടങ്ങിയ പച്ചക്കറികളും ശ്രീരാമൻചിറയിൽ കൃഷി ചെയ്തിട്ടുണ്ട്. 2025 ഓണക്കാലത്ത് 1 ലക്ഷം രൂപയുടെ ചെണ്ടുമല്ലി പൂക്കളാണ് ഇവർ വിറ്റഴിച്ചത്. ഏതു കാലത്തും കൃഷിയിൽ സമ്പന്നമാണ് എന്നതാണ് ശ്രീരാമൻചിറ പാടശേഖരത്തിന്റെ പ്രത്യേകത. നെല്ലും മീനും കപ്പയും തണ്ണിമത്തനും പിന്നെ പൂക്കളും തുടങ്ങി എല്ലാ കൃഷിയും ഇവിടെ 100 മേനി വിളയുന്നു.